ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി വ്ലോഗാണ്. പ്ലസ് ടുവിന് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ പഠിക്കുകയാണ്. മാത്സാണ് ഇമ്പ്രൂവ്മെൻറ്റിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻ ആൻഡ് ഫംഗ്ഷനാണ്. അത് എനിക്ക് കുറച്ച് ടഫാണ്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററായ മെട്രിസസ് ആണ് ആദ്യം തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ എല്ലാ പ്രോബ്ലവും ഇന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ 12 മണിയോടെയാണ് ഞാൻ പഠിക്കാനിരുന്നത്. ഒരു 3 മണി വരെയൊക്കെ പഠിച്ചിരുന്നു. പ്ലസ് ടുവിന് പഠിക്കുന്നവർക്ക് അറിയാമായിരിക്കും, മെട്രിസസിൽ നമുക്ക് കുറേ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഡിറ്റർമിനൻസ് ആയാലും ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. പക്ഷേ നമുക്ക് തെറ്റിപ്പോവാൻ കൂടുതൽ ചാൻസ് ഈ 2 ചാപ്റ്റേഴ്സുമാണ്. അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് അതിൽ മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്ലസ് ടുവിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ജൂൺ 25-നാണ് മാത്സിൻ്റെ എക്സാം വരുന്നത്. കെമിസ്ട്രിക്കും അതുപോലെ എക്സാം ഉണ്ട്. പ്ലസ് ടുവിന് ഒരു സബ്ജക്റ്റ് മാത്രമാണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മാത്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പ്ലസ് ടു മാത്സിന് 13 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ഒരു ദിവസം 3 അല്ലെങ്കിൽ 2 ചാപ്റ്റർ വെച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് 25-ന് മുന്നേ പഠിച്ച് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.